അഭിസംബോധന ചെയ്യാൻ, യുവമോർച്ചയുടെ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ നരേന്ദ്രമോദിയെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പരിഭാഷ ചെയ്യുന്നത് നമ്മുടെ പ്രിയ നേതാവ് രാജ്യസഭാ എംപിയുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ ജി. भारत माता की, भारत माता की। बीजेपी स्टेट प्रेसिडेंट स्टेट प्रेसिडेंट भारतीय जनता पार्टी युवा मोर्चा श्री के.पी. प्रकाश बाबू, मेंबर पार्लियामेंट श्री वी मुरलीधरन, my colleague in Union Government श्री के.एल.जे. अल्फोंस, National Joint Secretary Sri B.L. Santosh, State President Sri BJP Sri B.K. Krishnadas. Friends, this is my second visit to Kerala in this month. I'm happy to be in Thrissur, the cultural capital of Kerala. The Guruvayur temple and the Thirupuram festivals are famous the world over. Indeed, Thrissur offers a glimpse of the rich and diverse cultural heritage of India. Thrissur has produced literary greats like Balmani Amma, Kamla Swaraya, N.V. Krishna Warrior, B.K.N., Srikumar Edikode, M. Leelavati. I fondly remember Kala Bhavan Mani and Bahadur from Thrissur, who ended Malayalam cinema. Friends, during my last visit to Kerala, I dedicated the Kollam bypass, which has pending for decades. Today, I am here to dedicate Kochi Oil Refinery and other projects which will enhance ease of living in Kerala. Friends, 4.5 years ago, we launched a major effort to make all kitchens smoke-free. In 2014, only 55% of all homes in India had a cooking gas connection. Today, that number stands at over 90%. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള അവർകൾ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രകാശ് ബാബു, മന്ത്രിസഭയിൽ എന്റെ സഹപ്രവർത്തകൻ ശ്രീ കെ.ജി. അൽഫോൺസ് ജി, ശ്രീ ബി.എൽ. സന്തോഷ് ജി, ശ്രീ പി.കെ. കൃഷ്ണദാസ് ജി, വേദിയിലും സദസ്സിലുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഈ മാസം എന്റെ രണ്ടാമത്തെ സന്ദർശനമാണിത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, ലോകപ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരം, ഇതെല്ലാം തന്നെ ആഗോള പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ ഈ നാടിന്റെ വൈവിധ്യമാർന്ന സമ്പന്നമാർന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ദൃശ്യമാണ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ മഹാന്മാരായിട്ടുള്ള സാഹിത്യ നായകന്മാർക്ക്
ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ്. ബാലാമണി എമ്മയെ പോലെയുള്ളവർ, കമല സുരയ്യെ പോലെയുള്ളവർ, എം വി കൃഷ്ണവാര്യരെ പോലെയുള്ളവർ VKN ജന്മം നൽകിയ ഭൂമി, സുകുമാർ അഴീക്കോടിന് ജന്മം നൽകിയ ഭൂമി, M ലീലാവതിക്ക് ജന്മം നൽകിയ ഭൂമി, അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് തൃശ്ശൂരിന്റെ മണ്ണ്. ഞാൻ വളരെയേറെ താല്പര്യത്തോടു കൂടിയിട്ട് ഓർമ്മിക്കുകയാണ് കലാഭവൻ മണിയെ കുറിച്ച്, ബഹദൂറിനെ കുറിച്ച്. കേരളത്തിന്റെ മലയാളത്തിന്റെ സിനിമ, മലയാള ചലച്ചിത്ര രംഗത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഇവരെ ഞാൻ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ ഞാൻ കേരളം സന്ദർശിച്ചപ്പോൾ ഞാൻ കൊല്ലത്ത് ദേശീയപാതയുടെ ബൈപ്പാസ്, ആ ബൈപ്പാസ് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു. നിരവധി ദശകങ്ങളുടെ കാലവടപ്പം വന്നിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കൊച്ചി എണ്ണ ശുദ്ധീകരണശാല, ആ എണ്ണ ശുദ്ധീകരണശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ നാടിന് സമർപ്പിക്കാനാണ്. അതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4.5 വർഷങ്ങൾക്ക് മുൻപ് നമ്മള് ഈ നാട്ടിലെ എല്ലാ അടുക്കളകളും പുകയില്ലാത്ത അടുക്കളകളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. അന്ന് 2014 രാജ്യത്തെ 55% വീടുകളിൽ മാത്രമേ പാചകവാതക കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ കണക്ഷൻ അതേതാണ്ട് 90% വർദ്ധിച്ചിരിക്കുന്നു. We are very close to our goal to provide a cooking gas connection to every home. Nearly 6 crore poor women have received a free cooking gas connection. Friends, India's energy needs are growing. That is why we have speed up the development of oil and gas infrastructure in the country. India is the second biggest refinery in Asia, and Kochi now has the country's biggest refinery. Kochi, Kuttanad, Mangalore pipeline is being developed at a cost of rupees 5,000 crore and will be completed soon. Friends, keeping in view the import burden of petrol and diesel, the Union government has begun the development of biofuels in a big way. Whether it is aviation fuel or petrol and diesel, we have succeeded in 10% blending of biofuel. Our effort is to increase this to 25%. We aim to reduce the import of crude oil by 10% by 2021. This will reduce the country's fuel bill and save precious foreign exchange. The petrochemical complex for which we have laid the foundation stone today is another effort in the same direction. Our aim has been to provide service to the people, save money for the country, and boost employment. നമ്മുടെ ലക്ഷ്യത്തിന് വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്. 55% നിന്ന് 90% വരെ പാചകവാതക കണക്ഷൻ എത്തിക്കാൻ കഴിയുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ എല്ലാ വീടുകൾക്കും പാചകവാതക കണക്ഷൻ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം. ഇന്ന് രാജ്യത്തെ 6 കോടിയോളം വരുന്ന പാവപ്പെട്ട സഹോദരിമാർ, അവർക്ക് ഇന്ന് സൗജന്യ നിരക്കിൽ പാചകവാതക കണക്ഷൻ ലഭ്യമായിരിക്കുകയാണ്.
സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വാതകത്തിന്റെയും അതോടൊപ്പം എണ്ണയുടെയും ഈ രണ്ട് കാര്യങ്ങളിൽ നാടിന്റെ വികസനം, ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളിൽ വേഗത കൂട്ടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ രാജ്യമാണ്. കൊച്ചി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് കൊച്ചിയിലുള്ളത്. കൊച്ചി, കൂറ്റനാട്, മാംഗ്ലൂർ പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ 5000 കോടി രൂപയുടെ ചെലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇറക്കുമതിയുടെ ഭാരം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഇറക്കുമതിയുടെ ഭാരം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജൈവ ഇന്ധനം വികസിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനമാണെങ്കിലും പെട്രോളോ ഡീസലോ ആണെങ്കിലും ഇപ്പോ നമ്മള് 10% ജൈവ ഇന്ധനത്തിന്റെ മിശ്രിതം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം അത് 25% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ രാജ്യത്തെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയുടെ തോതിൽ 2021 കൂടിയിട്ട് 10% കുറവ് വരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിന്റെ ഇന്ധന ബില്ല്, ആ ഇന്ധനത്തിന് വേണ്ടിയിട്ടുള്ള ചെലവാക്കുന്ന തുകയിൽ അത് വലിയ കുറവ് വരുത്തും. അതിലൂടെ വിദേശ നാണ്യത്തിൽ വലിയ ലാഭമുണ്ടാക്കിയെടുക്കാൻ, മിച്ചം വെക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് കൊച്ചിയില് തറക്കല്ലിട്ടിട്ടുള്ള, ഇന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഈ ദിശയിലുള്ള ഒരു സംരംഭം കൂടിയാണ്. ഇന്ന് Friends, in the last 4.5 years, the NDA government in the center has transformed the culture of governance in India. Today, India is the fastest growing major economy in the world. 5 years ago, the world had given up on India, but today, the world wants to come here and invest. Our perception has improved and so has our performance. We have moved up from rank 142 to rank 77 in the ease of doing business ranking. India has gone ahead of China in getting foreign direct investment. Be it manufacturing and startups, India is making remarkable progress. To give you just one example, in just 4 years, the number of mobile manufacturing units has gone up from 2 to over 120. 120. India has one of the biggest startup ecosystem in the world. Thanks to the youth, we have the world's largest healthcare program in the world, Ayushman Bharat. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ മൊബൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, മൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ആ ശാലകൾ കേവലം 2-ൽ നിന്ന് 120-ലധികമായിട്ട് വർദ്ധിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുതിയ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം, ആ സംരംഭങ്ങൾക്കുള്ള സംവിധാനത്തിന് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ
ഇന്ത്യയാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവിന്റെ, അവരുടെ പ്രതിഭയുടെ പ്രതിഫലനമാണിത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് എന്നുള്ള പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി, ആ സുരക്ഷാ പദ്ധതി ഇന്ന് ഭാരതത്തിന്റേതാണ്. An issue like sanitation, which was never important enough to be high on the priority of previous governments, is a core focus area for the government. That is why the toilet coverage, which was around 38% in 2014, has gone up more than 98% today. When we took office, 18,000 villages had no electricity. Today, all of them are electrified, and we are now working on electrifying every home. Pace of infrastructure creation has increased sharply. These are just some examples of the record changes taking place thanks to your blessings. സുഹൃത്തുക്കളെ, ശുചിത്വം പോലെയുള്ള ഒരു വിഷയം, ആ വിഷയം ഒരിക്കലും ഒരു സർക്കാരിന്റെയും മുൻഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന വിഷയമല്ല. പക്ഷേ ഈ സർക്കാർ ശുചിത്വം എന്നുള്ള വിഷയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ശൗചാലയങ്ങൾ, ആ ശൗചാലയങ്ങളുടെ വ്യാപ്തി അത് 2014 38% സ്ഥലങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ശൗചാലയങ്ങൾ ഇന്ന് 98% സ്ഥലങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഈ സർക്കാർ ഭരണത്തിലേറിയപ്പോൾ 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ ഗ്രാമങ്ങളെല്ലാം തന്നെ വൈദ്യുതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ വീടുകളും, ആ വീടുകൾ മുഴുവൻ വൈദ്യുതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ആ കാര്യത്തിലും വലിയ മുന്നേറ്റം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്, ഈ ഉദാഹരണങ്ങളെല്ലാം ഇതെല്ലാം സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ്. Sabka Saath Sabka Vikas is our guiding principle. We are going to work even more to transform India. Friends, unfortunately, today the cultural ethos of Kerala is under attack, and this attack is being led by the party that is governing the state. UDF-കാര് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല. അവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അവർ ഡൽഹിയിൽ പറയുന്നത് ഒന്ന്, കേരളത്തിൽ പറയുന്നത് വേറെയൊന്ന്. ഇതിവിടെ നടപ്പാവില്ല എന്നവർ മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ നാട്ടിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു താല്പര്യവുമില്ല എന്ന്. കാരണം അങ്ങനെ അവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവര് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന്റെ മുത്തലാഖ് നിരോധിക്കാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ അവർ എതിർക്കുമായിരുന്നില്ല. ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി വനിതാ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരാളെയെങ്കിലും, ഒരു കമ്മ്യൂണിസ്റ്റ് വനിതാ മുഖ്യമന്ത്രിയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇടതുപക്ഷത്വം
UDF-ലുമുള്ള ആളുകൾ, എന്റെ സുഹൃത്തുക്കൾ, അവർ ആത്മവിശകലനം നടത്തണം. കേരളത്തിന്റെ സംസ്കാരത്തിന് നേരെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ്. Friends, my friends in the opposition are bankrupt when it comes to any positive and constructive agenda for the development of our nation. All they have is hatred for Modi. Their day begins with abusing Modi and ends with abusing Modi. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രതിപക്ഷത്തിലുള്ള സുഹൃത്തുക്കൾ അവർക്ക് ആശയ പാപ്പരത്വം ബാധിച്ചിരിക്കുന്നവരാണ്. കാരണം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള ഒരു കാര്യവും അവർക്ക് മുന്നോട്ട് വെക്കാനില്ല. അവർക്ക് ആകെയുള്ളത് മോദിയോടുള്ള വെറുപ്പ് മാത്രമാണ്. അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും മോദിയെ ആക്ഷേപിക്കൽ. രാത്രി ഉറങ്ങുന്നത് വരെ മോദിയെ ആക്ഷേപിക്കൽ മാത്രം ഈ ഒരൊറ്റ അജണ്ടയുമായിട്ടാണ് അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. I want to tell them, abuse me as much as you want, but don't mislead the farmers. Abuse me as much as you want, but don't create hurdles in creating opportunities for our youth. Abuse me as much as you want, but don't harm our poor. Abuse me as much as you want, but don't put barriers in India's progress. Abuse me as much as you want, but don't abuse our great nation. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടംപോലെ ആക്ഷേപിച്ചോളൂ. പക്ഷേ ഈ നാട്ടിലെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിന് ഈ മാർഗം സ്വീകരിക്കരുത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്ഷേപിക്കാം, പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് അതിൽ തടസ്സമുണ്ടാക്കരുത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്ഷേപിക്കാം, പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ഉപദ്രവിക്കാൻ ഇതൊരു മാർഗമായിട്ട് കണക്കാക്കരുത്. നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും ആക്ഷേപിക്കാം, പക്ഷേ ഈ നാട്ടിലെ വികസനത്തിന് ആ വികസനത്തിന് തുരങ്കം വെക്കാൻ ഈ മാർഗം ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും ആക്ഷേപിക്കാം, പക്ഷേ ഈ മഹത്തായിട്ടുള്ള നാടിനെ ആക്ഷേപിക്കാനായിട്ട് ഈ വഴി സ്വീകരിക്കരുത്. What is even more worrying is that the entire opposition, be it the Congress or the Communists, have zero regard for any institutions. For them, every institution, the armed forces, the police, the CBI, the CAG, everyone is wrong, but they are right. They are also questioning the election commission. The entire nation was amused to see a press conference in London where on foreign soil India's democratic ethos was questioned. And who was spotted in that press conference? A topmost Congress leader. Is this your respect of our institutions and our democracy? Is this what our politics has come to that now? You will even go on foreign soil to undermine the mandate of the people of India? Congress will have to answer the people of India on this
issues. പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും അവർക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളോട് ഒരു മതിപ്പുമില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഓരോ ഭരണഘടനാ സ്ഥാപനവും അത് സായുധ സേനകളാകട്ടെ, ഈ നാട്ടിലെ പോലീസ് സംവിധാനമാകട്ടെ, CBI ആകട്ടെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെയുള്ള സ്ഥാപനങ്ങളാകട്ടെ, അവരെല്ലാം തെറ്റാണ്. അവരെല്ലാം തെറ്റായിട്ടുള്ള പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾ മാത്രമാണ് ശരിയായ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മള് രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ഒരു വിദേശ നാട്ടില് ലണ്ടനിൽ വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെയാ നമ്മള് ആ പത്രസമ്മേളനത്തിൽ കൂട്ടത്തിൽ കണ്ടത്? കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിനെ. ഇതാണോ നിങ്ങളുടെ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ബഹുമാനം? ഇതാണോ നിങ്ങൾക്ക് ജനാധിപത്യത്തോടുള്ള ബഹുമാനം? ഇന്ന് വിദേശ മണ്ണിൽ പോയി, അന്യനാടുകളിൽ പോയി, ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനത്തെ, ജനകീയ വിധിയെ, ആ വിധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. കോൺഗ്രസ് ഇതിന് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാവും. Congress and communists talking about democracy is the biggest joke. What is happening in parts of Kerala where political workers are killed just because their ideology is different from the communists? Now this culture has spread to Madhya Pradesh where BJP workers are being attacked. The mindset of the emergency still lives on in the minds of many Congress leaders. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ്. കേരളത്തില് അവരുടെ ആശയവുമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തകരെ കൊന്നൊടുക്കുന്ന അങ്ങനെയുള്ളവരാണ് ഇന്ന് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് ഈ സംസ്കാരം മധ്യപ്രദേശിലേക്ക് അടക്കം ചെന്നിരിക്കുന്നു, കടന്നുപോയിരിക്കുന്നു. അവിടെ അടക്കം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിലാണ് ഇന്നും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ജീവിക്കുന്നത്. Friends, India's strength is India's democracy. It is from our land that the ethos of democracy always stood strong. Elections will come and go. The nation will remain. In their dislike of Narendra Modi, the Congress, communists and their other friends should stop disrespecting institutions and our democratic fabric. Friends, in addition to negativity and opposing Indian culture, the Congress and the communists have one more thing in common. Governments here have filled their own coffers through corruption. In less than 3 years, so many earlier ministers had to resign. Why? UDF corruption like solar scam are also well known. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഈ നാടിന്റെ ജനാധിപത്യ സംസ്കാരമാണ്. ഈ നാട്ടില് നിന്നാണ് ജനാധിപത്യം എന്നുള്ളത് ലോകമെങ്ങും വളർന്നു പന്തലിച്ചത്. തെരഞ്ഞെടുപ്പുകൾ വരും, തെരഞ്ഞെടുപ്പുകൾ പോകും, പക്ഷേ ഈ നാട് നിലനിൽക്കണം. നരേന്ദ്രമോദിയോടുള്ള അവരുടെ അനിഷ്ടം, അത് കമ്മ്യൂണിസ്റ്റുകാരും അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ നാട്ടിലെ ജനാധിപത്യ പാരമ്പര്യങ്ങളെ തകർക്കാൻ, അതിനു വേണ്ടിയിട്ട് ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്.
ഇന്ന് സുഹൃത്തുക്കളെ, ഭാരതീയ സംസ്കാരത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവര് ഒരു കാര്യത്തിൽ ഒരുമിക്കുന്നു. അവർ ഒരു വശത്ത് ഭാരതീയ സംസ്കാരത്തെ എതിർക്കുന്നതിൽ അവർ ഒരുമിക്കുന്നു, മറുവശത്ത് അവര് അഴിമതിയിലൂടെ സ്വന്തം കീശ വെറുപ്പിക്കുന്ന കാര്യത്തിലും അവര് ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ എത്ര ഇടതുപക്ഷ മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് നമുക്കറിയാം. UDF സോളാർ വെട്ടിപ്പ്, സോളാർ കുംഭകോണം, ആ കുംഭകോണത്തിന്റെ ആളുകള് അവര് UDF-കാരായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? Friends, since I am among you all, I want to talk to you about one more thing. This shows how the Congress treats our strategic interests. More than 2 decades ago, a hard-working and patriotic ISRO scientist, Nambi Narayan, was implicated in a false case just because a few UDF leaders were setting political scores. Imagine, for their own politics, they damaged national interest. Troubled as scientists, it is an honor that our government has the opportunity of conferring a Padma Award on Nambi Narayan. We value each and every person who is working to make India stronger. For them, science contributes as spine. For us, science is a matter of national pride. For them, solar was a means for a scam. For us, solar is a means for a global alliance. Friends, 4 years ago, you installed me as your watchman, Chowkidar in Delhi. As long as I am there, I shall not allow corruption. I shall not allow the nation's culture and unity to be destroyed. Of the Indian diaspora, the NDA government is taking many steps to deepen the bond with the Indian diaspora. Friends, we are all connected by the bond of humanity. Whenever you have faced any trouble, we have left no stone unturned to solve the problem. Friends, let us work together to save the culture of Kerala and to create new India, positive India. സുഹൃത്തുക്കളെ, കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ അവരുടെ നേട്ടങ്ങളെ കുറിച്ച് സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അവരിൽ ഓരോരുത്തരെ കുറിച്ചും അഭിമാനം കൊള്ളുന്നു. അവര് ഏത് രാജ്യത്തോ ആണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനു വേണ്ടിയിട്ട് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. Thank you, friends. Bharat Mata ki. Bharat Mata ki. Bharat Mata ki.